ഇത് മൂന്നും നമുക്കറിയാം നല്ല ശുദ്ധമായ വാട്ടറാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സാധനം അറിയാം, ഇത് ഐഡിൻ എന്ന് പറയും, മറ്റേ നമ്മളെ മുറിവിനൊക്കെ വെച്ച് കെട്ടുന്നത്, അതായത് കെമിക്കൽ. ഈ കെമിക്കൽ ഇപ്പോൾ സാറിൻ്റെ മുണ്ടിൽ വെച്ച് വീണ് കഴിഞ്ഞാൽ അത് മാറത്തില്ല, പോകത്തില്ല. ഇത് കെമിക്കലാണ്. ഈ കെമിക്കൽ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഈ കെമിക്കലാക്കാൻ പോവാം. കെമിക്കൽ മിക്സ് ചെയ്യാൻ പോകും. അതായത് ഈ വെള്ളത്തിനെ ഞാൻ എന്താണ് കെമിക്കലാക്കി, അതായത് അതിനെ വിഷമാക്കി വെച്ചിരിക്കുന്നു. വിഷമാക്കി വെച്ചിരിക്കുക ആ സാധനത്തിൽ ഞാനത് വിഷം കളക്കും. ഓക്കെ, അതിനുശേഷം ഒരു വെള്ളത്തിൽ നമ്മൾ നേരത്തെ പൊട്ടിച്ച് കഴിച്ചതിൻ്റെ ബാക്കി അത് ഞാൻ ഈ ഒരു വെള്ളത്തിനകത്ത് അത് ഇടുക. ഒരു മണമൊക്കെ വരുന്നില്ല, അതിൻ്റെ മുടിയുടെ ഒരു മണമൊക്കെ വരും, നല്ലൊരു മണമുള്ള സംഗതിയാണ്. പകുതി ഇതിൻ്റെ കുറച്ച് മതിയാവും കേട്ടോ. അപ്പോൾ ഞാനത് മിക്സ് ചെയ്ത് 3 വെള്ളത്തിൽ ഒരു വെള്ളം കെമിക്കലാക്കി. അതിനുശേഷം ഈ നൂഡിൽസ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഞങ്ങളിത് കൊണ്ടുപോകാം, അരിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് കൊണ്ടിടാം, ചോറോ പച്ചരിയോ എന്തെങ്കിലും ഇടാം, വിഷം എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് വണ്ടി ഇതിനകത്ത് കൊണ്ടുപോകാൻ സൗകര്യം ആയതുകൊണ്ട് ഇതാണ് ഞങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത്, ബാഗിൽ വെച്ചേക്കാൻ. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഞാനത് ഇതിപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കളറിൽ പോലും ഉണ്ട്, അതിന് ഞാൻ ഇതിലിടുവാണ്. 1 2 3 4 5 6 7 ഇത് ആ കെമിക്കൽ ഇതിൽ പിടിച്ചു. എന്തല്ലേ ഇനി ഇത് ഇവിടെ കിടക്കുന്നതനുസരിച്ച് ഞാൻ ഇത് ഇങ്ങനെ ഈ കറുത്തുകൊണ്ടേയിരിക്കും. അതായത് ഈ ഫുഡ് നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് നമ്മളിപ്പോൾ ഇരിക്കുന്നില്ലേ, ഇപ്പം നിങ്ങളുടെ ഏരിയ ഒക്കെ ആയതുകൊണ്ട് ഒന്നുമില്ലെങ്കിലും ഇവിടെ വാഹനവും ബഹളവും ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല അറ്റ്മോസ്ഫിയർ കിട്ടും. പക്ഷെ ഞങ്ങളുടെ അവിടെയൊക്കെ സിറ്റിയിലൊക്കെ ആകുമ്പോഴത്തേക്ക് പൊടിയും ബഹളവും നാശം, ഇത് നമ്മൾ ചുമ്മാ ഇരുന്നാലും നമ്മളെ ബോഡിയെ കവർന്നുകൊണ്ടിരിക്കും. അതാണ് ഈ സംഭവിച്ചത്. ഇത് കിടക്ക ഇത് കെമിക്കൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, കിടക്ക ഇങ്ങനെ കൂടി ഇത് കറുത്ത് കരിക്കട്ട പോലെ. ഇത് കരിക്കട്ട പോലെ നമ്മൾ ഇട്ടപ്പോൾ ഇതായിരുന്നു പരിവ്. ഇതായിരുന്നു പരിവ്. ഇപ്പൊ ഇങ്ങനെയാണ് ആയിരിക്കുന്നത്, മനസ്സിലായോ? ഇത് കിടക്ക ഇങ്ങനെ ആവും. എന്നാൽ നമുക്കിങ്ങനെ വിഷം ബാധിച്ച നമ്മൾ ഒരു പക്ഷേ പിന്നെ ഡോക്ടർ പറയാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചാൽ നിങ്ങൾക്ക് മാറും എന്ന രീതിയിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഇത് വെള്ളത്തിലേക്ക് ഇടുക. ഞാൻ സാധാ വെള്ളത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കാം. അപ്പം ഞാൻ വെള്ളത്തിലിട്ടിട്ടും അത് തന്നെയാണ് അവസ്ഥ. ഇപ്പം അത് തന്നെയാണ് അവസ്ഥ. ഇതിനെ ഞാൻ നമ്മളെ സ്ട്രം സെൽ ലയൻ, അതായത് നമ്മൾ കഴിച്ച ആ പ്രോഡക്റ്റ് കലക്കി വെച്ചിരിക്കുന്ന ആ വെള്ളത്തിലേക്ക് ഇടുവാണ്. കൗണ്ട് ചെയ്തോ. 1 2 3 4 5 6 7 8 9 10. എന്തല്ലേ ഇതാണ് അവസ്ഥ. ഇനി ഇത് ഇവിടെ കിടക്കുന്നതനുസരിച്ച് ഇതുണ്ട്, നമ്മൾ നേരത്തെ കരിക്കട്ടയ സാധനം വെളുത്തുണ്ടോ, ഇത് ഇവിടെ കിടക്കുന്നതനുസരിച്ച് ഇതിങ്ങനെ കൂടുതൽ വെളുത്തുകൊണ്ടേയിരിക്കും. അപ്പം ഇത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു ഫങ്ഷനാണ് ഞാൻ കാണിച്ചത്. നമ്മുടെ ബോഡിയിൽ ഈ സാധനം നമ്മൾ കഴിക്കുന്ന പിന്നെ വിഷാംശങ്ങൾ ഉള്ളിൽ ചെല്ലുമ്പോൾ ഈ പ്രോഡക്റ്റ്സ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ആന്തരികമായി നമ്മൾ കൂടിപ്പോയാൽ നമുക്ക് പല്ല് വരെ വൃത്തിയാക്കാൻ പറ്റും. അതൊക്കെ പറ്റുമോ? ഇല്ല. അത് അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ കുടലൊക്കെ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്, ചുരുണ്ടിരുണ്ട്. ഇതിനെയൊക്കെ ഈ സാധനം കഴിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ വിഷം മാറ്റി നമുക്ക് ശുദ്ധീകരിച്ച് തരും. പോകെ അതിങ്ങനെ വെളുത്തുകൊണ്ടേയിരിക്കും. ഇതാണ് ഇതിൻ്റെ സംഭവം. ഈ പ്രവൃത്തിയാണ് ഈ സാധനം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ആ സാധനങ്ങൾ ശരീരത്തിലെ ബോഡിയിലെ എല്ലാ വിഷാംശങ്ങളും റെക്ടിഫൈ ചെയ്യും. വേറെ ഒന്നുമില്ല ഇതിനകത്ത്. ആകെ ഉള്ള സാധനം ലോകാരോഗ്യ സംഘടനയുടെ കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇതിനകത്തുള്ളത്. ഈ